പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. മിശിഹായാൽ സ്നേഹിക്കപ്പെട്ടവരെ, അടുത്തിടയിൽ പല വീഡിയോകളിൽ കൂടി ദാനിയേൽ അച്ഛൻ അതുപോലെ മറ്റു വൈദികർ പൂർവിക ശാപത്തെപ്പറ്റി പറഞ്ഞതിനെപ്പറ്റി പരാമർശിച്ച് അത് ബൈബിൾ വിരുദ്ധമാണ്, സഭാവിരുദ്ധമായ പഠനമാണ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് അവരോട് സഹതാപം തോന്നി. കാരണം ഈ വിഷയത്തെപ്പറ്റി ആദ്യം കേരളത്തിൽ, പ്രത്യേകിച്ച് കരിസ്മാ നവീകരണത്തിൽ പറഞ്ഞത് ഞാനാണ്. നിങ്ങൾക്കറിയാം, ഞാൻ കരിസ്മാ നവീകരണത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങിയാണ് 51 വർഷം കഴിഞ്ഞു. എന്റെ 80ാം വയസ്സാണ് ഇത്. പ്രിയപ്പെട്ടവരെ, ഈ ശാപങ്ങൾ എന്റെ കുടുംബത്തിലുണ്ടായിരുന്നത് മാറ്റാൻ എനിക്ക് കർത്താവിന് നിർദ്ദേശമുണ്ടായി. ഞാൻ എന്റെ കുടുംബാംഗങ്ങളെ ഒന്നിച്ചുകൂട്ടി പ്രാർത്ഥിപ്പിച്ചു. വ്യാഴാഴ്ചയോടും ആരാധന നടത്തണം, ദേവാലയത്തിൽ പോയി കുർബാന കൈക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞു ശാപങ്ങൾ മാറാൻ. കാരണം കുടുംബത്തിലെ ശാപങ്ങളുടെ ഫലം ഞാൻ ഓരോ കുടുംബങ്ങളും അനുഭവിക്കുന്നത് കണ്ടു. അങ്ങനെയാണ് ഒരു പക്ഷെങ്കിൽ നിയമത്തിന്റെ ശാപത്തിനുള്ള മോചനം എന്നൊരു പുസ്തകം പോലും എഴുതാൻ പറ്റിയത്, അഥവാ കർത്താവ് എനിക്ക് പ്രചോദനം തന്നത്. ഇനി ശാപമില്ല എങ്കിൽ ഞാൻ പറയും ഉത്ഭവപാപവും ഇല്ല. കാരണം എന്താണ് ഈ ഉത്ഭവപാപം? നമുക്കറിയാം, ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ഏദൻ തോട്ടത്തിൽ ജീവിച്ച ആദവും ഹവ്വായും കൽപ്പന ലംഘിച്ച പാപം, അനുസരണക്കേടിന്റെ പാപം. ആ പാപത്തിന്റെ പരിണിത ഫലം എന്ന് പറഞ്ഞാൽ തിന്മയായ ആ വശം, അതിന്റെ സ്വാധീനം ഇന്ന് ലോകത്ത് ജനിക്കുന്ന ഓരോ ശിശുവിനുമുണ്ട്. കത്തോലിക്ക വേദപാഠം പഠിപ്പിക്കുന്നത് ജ്ഞാനസ്ഥാനം സ്വീകരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മോചനം കിട്ടുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത്, ഈ തലക്കെട്ട് നിങ്ങൾ വായിച്ചപ്പോൾ അതിശയിച്ചാണ് ഇങ്ങനെ മഞ്ഞാക്കത്തിന് ഈ തലക്കെട്ട് എഴുതില്ല, ഉത്ഭവഭാവമില്ല എന്ന്. ഞാൻ പറയുന്നു, ശാപമില്ലെങ്കിൽ ഉത്ഭവഭാവമില്ല. ഇത് നമുക്ക് അല്പം സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഇനി എന്താണ് ഞങ്ങൾ വൈദികർ ഈ പൂർവിക ശാപത്തെ പറ്റി പറയുന്നത്? അത് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച മാതാപിതാക്കളുടെ, ആദിമാതാപിതാക്കളുടെ പാപത്തിന്റെ സ്വാധീനം നമ്മുടെ മേൽ ഉണ്ടെങ്കിൽ കണിശമായിട്ടും നമ്മോടടുത്ത് ജീവിച്ച നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ, പൂർവികന്മാർ, ഏതാനും വർഷങ്ങൾക്ക് ഉള്ള പഴക്കമേ ഉള്ളൂ. അവരുടെ തിന്മയുടെ വശത്തിന്റെ ഒരു സ്വാധീനം നമുക്കും ഉണ്ടാകാം. അതിനെയാണ് ഈ ശാപം എന്ന് പറയുന്നത്. കാരണം ബൈബിളിന്റെ വാക്യമാണ് അത്, ശാപം എന്നത്. അത് മാറ്റിയില്ല, അതേപടി പറഞ്ഞു. നിങ്ങൾക്ക് നിയമാവർത്തനം പുസ്തകം 28-ാം അധ്യായം വചനം 15 നോക്കിയാൽ ഒരു 3 പേജിൽ കാണാൻ സാധിക്കും ഈ ശാപത്തെപ്പറ്റി വിശദീകരിച്ചിരിക്കുന്നത്. ഇനി ആ നിയമാവർത്തനം പുസ്തകം 11-ാം അധ്യായം 26 കൃത്യമായിട്ട് പറയുന്നു, ഇന്നേ ദിവസം നിങ്ങളുടെ മുമ്പിൽ അനുഗ്രഹവും ശാപവും ഞാൻ വയ്ക്കുന്നു. ദൈവമായ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം, എന്നാൽ അനുസരിക്കാതെ ഞാൻ തരുന്ന കൽപ്പനകൾ നിങ്ങൾ ലംഘിച്ച് ജീവിച്ചാൽ ശാപം. നിയമാവർത്തനം 11:26. അപ്പോൾ അനുഗ്രഹത്തിന് വിപരീതമായതാണ് ശാപം എന്നുള്ള വാക്ക്. ചിലർക്ക് ശാപം എന്നൊക്കെ ഒരു പേടി. അപ്പോൾ തിന്മയുടെ ഒരു സ്വാധീനം നമുക്കുണ്ടാകുന്നു. അപ്പൊ അതിൽ നിന്നൊരു മോചനം വേണമെന്നാണ് ഞങ്ങൾ വൈദികര് ഞങ്ങളുടെ ധ്യാനത്തിൽ പറയുന്നത്. അപ്പോൾ അനുസരിച്ച് ജീവിച്ചാൽ അനുഗ്രഹം. അതും നിങ്ങൾക്ക് നിയമാവർത്തനം പുസ്തകം അധ്യായം 28 1 മുതൽ 15 വരെ വായിക്കാം. ഇന്ന് നമ്മൾ നോക്കിയാൽ അനുസരണക്കേടല്ലേ എല്ലായിടത്തും. എന്താണ് പാപം? അനുസരണക്കേട് തന്നെ. അത് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ 1 യോഹന്നാനിൽ. നിയമലംഘനമാണ് പാപം. ഇന്ന് പലരും പറയും, ആ നിയമങ്ങൾക്ക് 10 കൽപ്പന പഴയ നിയമത്തെയാണ്. ഇല്ല, ഈശോ അത് പൂർത്തീകരിക്കാൻ വന്നവനാണെന്നും പറഞ്ഞു. വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ദൈവകൽപ്പനകൾ ഇന്നും നിലനിൽക്കുന്നു. അത് നിശ്ചയമായിട്ടും അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മൾ പത്രോസ്, നമ്മുടെ 1-ാമത്തെ മാർപ്പാപ്പ എഴുതിയ ലേഖനത്തിന്റെ 1-ാം അധ്യായം 18ഉം 19ഉം വായിച്ചാൽ കാണാൻ സാധിക്കും ബൈബിൾ ഇതിനെപ്പറ്റി വ്യക്തമായി പഠിപ്പിക്കുന്നത്. 1 പത്രോസ് 1:18, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത
കുഞ്ഞാടിന്റെ പോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്തെ. ഹല്ലേലൂയ. നോക്കോ, ഒരു വാക്കോക്കണം, ഒന്ന് ശ്രദ്ധിച്ചേ. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും പൂർവികരിൽ നിന്നും വ്യർത്ഥമായ ഒരു ജീവിത ശൈലി നമ്മൾ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള മോചനമാണ് അത് വേണമെന്ന് ഞങ്ങൾ പറയുന്നതും അത് പ്രാർത്ഥിക്കുന്നതുമല്ല. നമുക്കാണ് സാധിക്കും. നിയമാവർത്തനം പുസ്തകത്തിൽ ഈ പറഞ്ഞിരിക്കുന്നത് കൂടാതെ കണ്ട് ഗലാത്യർക്കെതിരെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ്ലീഹ ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. ഗലാത്യർ അധ്യായം 3:10 പറയുന്നു, നിയമാനുഷ്ഠാനത്താൽ ആശ്രയിക്കപ്പെടുന്ന എല്ലാവരും ശാപത്തിന് വിധേയരാണ്. എന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, അനുസരിക്കാരെയും പ്രവർത്തിക്കാരെയും ഇരുന്നാൽ വചനപ്രകാരം അനുസരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാതിരിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞാൽ ഇവിടെയും പറയുകയാണ് പാപം നിയമലംഘനമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നിയമത്തിന് വിധേയമായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നിയമലംഘനം ഉണ്ടാകുന്നു, അപ്പോൾ ശാപം അനുഭവിക്കുന്നു. നമ്മൾ എല്ലാ നിയമവും അനുസരിച്ച് ജീവിക്കുന്നവരാ നമുക്ക് ആർക്ക് പറയാൻ കഴിയും? പറയാൻ കഴിയുന്നതുകൊണ്ട് നല്ല കാര്യം, ശാപമില്ലെങ്കിൽ നല്ല കാര്യം. പ്രൈസ് ദി ലോർഡ്. ആരുടെ പേരിൽ ഞങ്ങൾ ആരും ശാപമുണ്ടെന്ന് കെട്ടി ചമക്കുന്നില്ല. നിങ്ങൾക്കതിൽ വിശ്വാസമില്ലെങ്കിൽ മിടുക്കരായിട്ട് നടക്കും ശാപമില്ലാതെ. എന്നാൽ എന്നെ സംബന്ധിച്ചോളം എനിക്കറിയാം, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്നു, ഞാൻ അറിയുന്നവരും കാണുന്നു, അത് ഈ ശാപത്തിന്റെ ഫലം, അതായത് പൂർവികരുടെ പാപത്തിന്റെ രക്തത്തിലൂടെ, അതായത് പാരമ്പര്യത്തിലൂടെ കടന്നു വന്ന ദുസ്വഭാവങ്ങളും ആ ജീവിത രീതികളും കാണുന്നു. ഇതൊക്കെ വിശദമായിട്ട് നിങ്ങൾക്ക് എന്റെ പുസ്തകത്തിൽ അത് ഒരുപക്ഷെ വായിക്കാനായിട്ട് സാധിക്കും. എന്നിട്ട് ഗലാത്യർക്ക് ലേഖനത്തിന്റെ 3:13 പറയുകയാണ്, ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. ഹല്ലേലൂയ. നിയമത്തിന്റെ ശാപം എന്ന് പറഞ്ഞാൽ നിയമം ലംഘിക്കുന്നതാണ് പാപം ഉണ്ടാകുന്നത്. ആ പാപത്തിന്റെ, അപ്പൊ ഓരോ പാപത്തിലും ഒരു ശാപമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു തിന്മയുടെ സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞാൽ ആ പാപത്തിന് വേണ്ടി ശിക്ഷിക്കപ്പെടുന്നു എന്നല്ല. ആ പാപത്തിന്റെ ആ പ്രതികരണം, അതിന്റെ ദോഷവശം നമുക്ക് പാരമ്പര്യമായിട്ട് കടന്നു വരും. അത് ഞാൻ ഒത്തിരി ഉദാഹരണ സഹിതം എന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഞാൻ പറയും, നിങ്ങൾ നിയമത്തിന്റെ ശാപത്തിൽ നിന്നുള്ള മോചനം എന്ന എന്റെ പുസ്തകം നിങ്ങൾ വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഞാൻ കച്ചവടം നടത്തുകയല്ല, സത്യം പറയുകയാണ്. ഓക്കെ. അപ്പം നമുക്കറിയാം, നമ്മുടെ പാപങ്ങളെല്ലാം കുരിശിൽ ഏറ്റെടുത്ത് യേശു ഒരു ശാപമായി മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളെ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട്. ഇനി ആ ബലിയാണ് നമ്മൾ ഓർക്കണം, ഒന്ന് ശ്രദ്ധിക്കണം, കുരിശിലെ ബലി. ഈ കുരിശിലെ ബലിയാണ് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ അൽത്താരകളിലെ ബലി. അപ്പോൾ ശാപത്തിൽ നിന്ന് മോചനം ലഭിക്കുവാനായിട്ട് ഈശോയുടെ രക്തം ചിന്തുന്ന ദിവബലിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ആ ബലി ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അതിൽ സംബന്ധിക്കുവാനും അതിന്റെ അനുഗ്രഹം സംലഭ്യമാക്കാനാണ് നമ്മുടെ അൽത്താരകളിൽ വൈദികന്മാര് കുർബാന അർപ്പിക്കുന്നതും നമുക്കത് പങ്കുകൊള്ളാൻ സാധിക്കുന്നതും ശാപത്തിൽ നിന്ന് മോചനം കിട്ടാൻ സാധിക്കുന്നതും. അവിടെ ദിവബലി സംബന്ധിക്കുകയും ദിവബലി അർപ്പിക്കുകയും ചെയ്യുന്നതാണ് ഞാൻ പറയും ഏറ്റവും വലിയ കാര്യം ശാപത്തിലുള്ള മോചനത്തിന്. കാരണം ഈശോ അവിടെയാണ് ശാപമായി മാറിയത്. പ്രിയപ്പെട്ടവരെ, ചിലരൊക്കെ എസെക്കിയേൽ പ്രവാചകന്റെ 18-ാം അധ്യായം ഉദ്ധരിച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത്. 18-ാം അധ്യായം 1 കർത്താവ് അരുളിച്ചെയ്യുന്നു, പിതാക്കന്മാർ പുളിക്കുന്ന മുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ലു പുളിച്ചു എന്ന് ഇസ്രായേൽ ദേശത്തെക്കുറിച്ചുള്ള ഈ പഴമൊഴി ഇപ്പോഴും നിങ്ങൾ എന്തിനാണ് ആവർത്തിക്കുന്നത്? ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ഞാനാണ് ഈ പഴമൊഴി ഇനി ഒരിക്കലും ഇസ്രായേൽ നിങ്ങൾ ആവർത്തിക്കുകയില്ല. എല്ലാവരുടെയും ജീവൻ എന്റേതാണ്, പിതാവിന്റെ ജീവന്റെ എന്ന പോലെ പുത്രന്റെ ജീവനും എനിക്കുള്ളതാണ്. പാപം ചെയ്യുന്നവന്റെ ജീവൻ നശിക്കും. ഹല്ലേലൂയ. അതിനുശേഷം ചിലർ ഉദ്ധരിക്കുന്നത് അതേ അധ്യായത്തിലെ 20 വചനം ശ്രദ്ധിച്ചു കേൾക്കൂ. പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക. പുത്രൻ പിതാവിന്റെ തിന്മകൾക്ക് വേണ്ടിയോ പിതാവ് പുത്രന്റെ തിന്മകൾക്ക് വേണ്ടിയോ ശിക്ഷിക്കപ്പെടുകയില്ല. നീതിമാൻ തന്റെ നീതിയുടെ ഫലവും ദുഷ്ടൻ തന്റെ ദുഷ്ടതയുടെ ഫലവും അനുഭവിക്കും. ഹല്ലേലൂയ. ഞങ്ങൾ ആരും പറയുന്നില്ല അപ്പന്റെ ശിക്ഷ മകനുണ്ടാകുമെന്ന്. അങ്ങനെ പറഞ്ഞാൽ തെറ്റാണ്.
അപ്പൻ പാപം ചെയ്താൽ അപ്പൻ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടത്. അതുപോലെ ഞാൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ അത് എനിക്കാണ്, എന്റെ മക്കൾക്കല്ല, നിശ്ചയമായിട്ടുമല്ല. എന്നാൽ അത് എന്റെ ദുഷ്ടതയുടെ ഫലം ഉണ്ടാവും. അതാണ് ഒരു പക്ഷെ മക്കളിലേക്ക്, കൊച്ചുമക്കളിലേക്ക്, കുടുംബത്തിലേക്ക് വ്യാപിക്കുന്നത് എന്നർത്ഥം. അപ്പം മനസ്സിലാക്കണം. ഇനിയും ആ പാപം ചെയ്യുന്നവൻ മരിക്കും എന്ന് നമുക്കറിയാം. പഴയ നിയമത്തിൽ ലെവിത്തിക്കസ് പുസ്തകം വായിച്ചാൽ മുക്കാലും നിയമലംഘനത്തിന് അത് ശിക്ഷയുണ്ടായിരുന്നു. അത് എന്തായാലും മരണമായിരുന്നു, കൊല. ഉദാഹരണം, പുരുഷനോട് ശയിച്ചാൽ, സ്ത്രീയോടുകൂടെ ശയിച്ചാൽ രണ്ടുപേരെയും കൊല്ലണം, ശിക്ഷ. അങ്ങനെയുള്ള മരണശിക്ഷ ധാരാളം കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ആയിരുന്നു. അതുകൊണ്ടാണ് അത് പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക. അതാണ് ഒരർത്ഥം. മറ്റൊന്ന്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഹല്ലേലൂയ. അത് ഞാനാ വഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അത് എന്റെ മക്കളെ കർത്താവ് ചോദിക്കുകയാണ്, നിന്റെ അപ്പം ചെയ്ത പാപത്തിന്റെ അടാ എന്ന്. ഒരിക്കലുമില്ല. എന്നാൽ ആ ജീവിത രീതിയിൽ നിന്നുണ്ടായ തിന്മയുടെ ഫലം ഇതാണ് വ്യക്തമായി പറയുന്നത്. ഇതൊക്കെ ദുർവ്യാഖ്യാനിച്ച് ഞങ്ങൾ വൈദികർ പറയുന്ന കാര്യങ്ങളൊക്കെ അതെ ഒന്ന് വിമർശിക്കുക. ഒക്കെ വിമർശിച്ച ഒരു കുഴപ്പമില്ല മക്കളെ. ഞാൻ എന്റെ ഈ 51 വർഷത്തെ വചന ശുശ്രൂഷയിൽ 1000 കുടുംബങ്ങൾ ഇങ്ങനെ ഈ ശാപങ്ങളിൽ നിന്ന് മോചനം നേടുന്നത് കാണുന്നു. അതിന്റെ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് എന്റെ വെബ് പേജിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. എങ്ങനെ ബലിയർപ്പിച്ചുകൊണ്ട്, അതിൽ സംബന്ധിച്ചുകൊണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് ശാപത്തിന് വിമുക്തരായി എന്ന്. ഞാൻ ഓർക്കുന്ന ഒരു ചെറിയ വാൽക്കർഷണം കൂടി ചേർത്തിട്ട് ഈ ചെറിയ വീഡിയോ നിർത്താം. ഒരിക്കൽ അത് എന്റെ ഈ പുസ്തകം കൈപ്പിടിച്ചുകൊണ്ട് ഒരു മെത്രാനച്ചൻ എന്റെ അടുക്ക് വന്നു. പാപങ്ങളുടെ ശാപത്തിൽ നിന്നും മോചനം. അച്ഛാ, ഇങ്ങനത്തുള്ള നോൺസെൻസ് എഴുതി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. ആദ്യമേ പറഞ്ഞതാണ്. ഒത്തിരി സ്നേഹമുള്ള പിതാവ്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഞാൻ പറഞ്ഞ പിതാവെ, അതിൽ തെറ്റ് ഞാൻ പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞ പോലെ ഞാൻ അല്പം പറഞ്ഞു. എന്നാലും പിതാവ് പണ്ഡിതനാണ്, ഡോക്ടറേറ്റ് ഒക്കെ ഉള്ളതാണ് റോമിന്ന്. എനിക്കൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ശാന്തമായി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അച്ഛന്റെ അടുക്ക ഞാൻ വന്നത് അത് പറയാനല്ല, പിന്നെയും കുറെ പ്രാർത്ഥിക്കാനുള്ള ഇന്റൻഷൻസ് ഏൽപ്പിക്കാനാണ്, പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങൾ. ഞാൻ ചോദിച്ചു എന്തൊക്കെ. അപ്പോൾ ലിസ്റ്റ് എടുത്തു. രൂപതയ്ക്ക് വേണ്ടി, രൂപയുടെ വൈദികർക്ക് വേണ്ടി. നല്ല പിതാവ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. അവസാനം എന്നോട് അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഏറ്റവും വിഷമമുള്ളൊരു കാര്യം, എനിക്കൊരു പെങ്ങളേ ഉള്ളൂ. അവളെ കെട്ടിച്ചു. 3 മക്കളുമുണ്ട്. പൈസയുണ്ട്, നല്ല വീടും കുടുംബമാണ്. പക്ഷേ ഈ 3 മക്കളും കെട്ടിച്ചെടുത്ത് മക്കളില്ല. പല പല ചികിത്സകൾ ചെയ്യുന്നു. ഒരാൾ കല്യാണം കഴിഞ്ഞിട്ട് 9 വർഷമായി അച്ഛാ. പെട്ടെന്ന് ഞാൻ ആ പിതാവ് പറഞ്ഞപ്പോൾ കണ്ണടച്ചുകൊണ്ടിരിക്കുകയെന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോ എന്നോട് പറഞ്ഞു, ഒന്ന് ചോദിക്കാൻ. ഈ ഇവിടെ കെട്ടിയവൻ, അതിന്റെ വല്യപ്പൻ, അപ്പന്റെ അപ്പൻ, ഗർഭിണിയായ ഭാര്യയെ തൊഴിച്ചു കൊന്ന് ജയിലിൽ കിടന്നില്ലേ എന്ന്. ഇത് ആത്മാവാണ് എന്നെ തോന്നിച്ചത്. ധൈര്യപൂർവ്വം ആത്മാവ് ചോദിക്കുന്നത് പറയുന്നതും ഞാൻ പറയും എവിടെയും, ആരെന്ത് വിചാരിച്ചാലും. പിതാവിന്റെ കണ്ണിക്കൂടെ കണ്ണുനീരൊഴുകി. അദ്ദേഹം ചോദിച്ചു, അച്ഛൻ എങ്ങനെ അറിഞ്ഞത്? ഞാൻ പറഞ്ഞ, ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തി ഇപ്പോൾ. അതെ അച്ഛാ, അയാള് ജയിലിൽ കിടന്ന് മരിക്കുകയായിരുന്നു. അതിന് വേദനകൾ എല്ലാവർക്കും ഉണ്ട്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ പല കുർബാനകളും അർപ്പിച്ചിട്ടുണ്ട്. ഗ്രിഗോറിയൻ കുർബാനയും അർപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവ്, നിശ്ചയമായിട്ടും അതുവഴിയായിട്ട് കർത്താവ് അവന്റെ പാപം ക്ഷമിച്ച് അവൻ സ്വർഗത്തിൽ ആയിരിക്കാം. എനിക്കാണെന്ന് പറയാൻ പറ്റത്തില്ലോ, തമ്പുരാനെ അടുത്തുള്ള ആൾ സ്വർഗത്തിലാണോ. ഇന്നാണ് ഞാൻ പറഞ്ഞേനെ, പ്രിയപ്പെട്ടവരെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ആ മനുഷ്യൻ ചെയ്ത ആ തിന്മയുടെ ഫലം, തിന്മയുടെ സ്വാധീനം കുടുംബത്തുണ്ട്. അതുകൊണ്ടാണ് ഈ മക്കൾ കല്യാണം കഴിച്ചിട്ട് മക്കളില്ലാത്തത്. പിതാവ് പെട്ടെന്ന് പറഞ്ഞു, അച്ഛാ, ഇപ്പൊ എനിക്ക് വ്യക്തമായി. നമ്മൾ ഈ എതിർക്കുന്ന അതായത് ശാപത്തെ പറ്റി പറയുന്നതിനെ എതിർക്കുന്നവർ, പൂർവീയ ശാപമില്ല എന്ന് പറയുന്നവർക്കെല്ലാം ഉണ്ട് ഈ ശാപം. മനസ്സിലാക്കുന്നില്ല, ബുദ്ധിയുണ്ട്, ബോധമില്ല എന്ന് പറയും. കഴിഞ്ഞ പിതാവ് പറഞ്ഞു, അച്ഛന്റെ പുസ്തകം മുഴുവൻ ഞാൻ വായിച്ചതാണ്.
എനിക്കൊരു 100 കോപ്പി വേണം എല്ലാവർക്കും കൊടുക്കാനായിട്ട്. ഇപ്പൊ എനിക്ക് മനസ്സിലായി അച്ഛൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞങ്ങൾ ഏറെ നേരം സംസാരിച്ചു, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു ഒന്നും നമുക്ക് ചെയ്തില്ല, കർത്താവാണ് ശാപം മാറ്റേണ്ടത്. മാറുമ്പോൾ കണിച്ചു മാറ്റി മക്കൾക്ക് മക്കളുണ്ടാകും. അപ്പൊ എന്റെ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള മാർഗങ്ങൾ: പൂർവികർക്ക് വേണ്ടിയുള്ള കുർബാന അർപ്പിക്കൽ, കുർബാനയെ സംബന്ധിക്കൽ, പാപരഹിതമായ ജീവിതം, ദാനധർമ്മം കൊടുക്കുക, വെറും പാവങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുന്ന അല്ല, സ്വന്തം ജീവിതത്തെ കൊള്ളിച്ചുകൊണ്ട് കൊടുക്കുന്നതായിരിക്കണം. വീട് വെച്ചു കൊടുക്കുവോ, പെണ്ണുങ്ങളെ കെട്ടിച്ചു വിടുവോ, അങ്ങനെ അല്ലെങ്കിൽ അനാഥശാലയെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന നല്ലതാണ്. എന്റെ പുസ്തകത്തിൽ അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിതാവെല്ലാം കേട്ടു. പ്രിയമുള്ളവരെ, ആ പിതാവ് 3 വർഷം മുമ്പ് ഞാൻ നാട്ടിൽ ചെല്ലുമ്പോൾ വന്ന് പറഞ്ഞു, എന്റെ പെങ്ങളുടെ 3 മക്കൾക്കും മക്കളുണ്ട് ഇപ്പോൾ അച്ഛാ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നു. പ്രൈസ് ദി ലോർഡ്. എനിക്കൊരു സമ്മാനവും തന്നു. എന്താ നിങ്ങളോട് പറയുന്നില്ല. എന്നെ ആ വീട്ടിൽ കൊണ്ടുപോയി, പെങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി സദ്യയൊക്കെ തന്നു. പ്രിയമുള്ള സദ്യയുടെ കാര്യമല്ല, പിന്നെ അവിടെ ആ സന്തോഷത്തിൽ പങ്കുകൊണ്ടുപോയി. പ്രിയപ്പെട്ടവരെ, സത്യം വളച്ചൊടിക്കാൻ ആർക്കും പറ്റില്ല. സത്യം സത്യമാണ്. സത്യം അറിഞ്ഞാൽ നിങ്ങൾ സ്വതന്ത്രരാകും. ഞാൻ അവസാനിപ്പിക്കുന്നു. ചെറിയൊരു വീഡിയോ ആണ് അത് നിങ്ങൾ കേൾക്കാനായിട്ട്. കാരണം അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി, ആളുകളെ വിമർശിക്കുന്നത് കേട്ടപ്പോൾ. പ്രിയപ്പെട്ടവരെ, ശാപമുണ്ട്. ആ ശാപം മാറ്റാനുള്ള മാർഗം തിരുസഭയിലുണ്ട്. അത് നമ്മൾ പക്ഷെ അറിഞ്ഞിരുന്നില്ല. ഇതറിയിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ധ്യാനപ്രസംഗത്തിലൂടെ. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അനുഗ്രഹം വർഷിക്കപ്പെടും. അനുഗ്രഹത്തിലായിരിക്കും. ഇല്ല എങ്കിൽ ശാപത്തിലായിരിക്കും. എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിനെതിരായിരിക്കും സംഭവിക്കുന്നത്. എന്തേ ദൈവം അനുഗ്രഹിക്കാത്തത്? എന്തേ ദൈവാനുഗ്രഹമില്ലാത്തത്? ഞാൻ ജോലി ചെയ്തിട്ട് ദൈവാനുഗ്രഹമില്ലാത്തത്, കല്യാണം കഴിച്ചിട്ട് ദൈവാനുഗ്രഹമില്ലാത്തതുകൊണ്ടല്ലേ മക്കളില്ലാത്തത്? ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പോകും. എന്നാൽ നമുക്ക് ഈശോയെ കൊണ്ട് ശാപങ്ങളെ അനുഗ്രഹമാക്കി മാറ്റാൻ കഴിയും. ഹല്ലേലൂയ. അത് ശാപങ്ങളെ അനുഗ്രഹമാക്കാനാണ് ഈശോ ഈ ലോകത്തിൽ വന്നത്. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ആർക്ക് വേണേലും കമന്റ് ചെയ്യാം, അടിയിൽ എഴുതാം. എന്നെപ്പറ്റി ചീത്ത പറഞ്ഞ കുഴപ്പമില്ല. ഏത് വിമർശനവും എഴുതിക്കോ. പ്രൈസ് ദി ലോർഡ്.